ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. പഴുത്ത ചക്ക കൊണ്ട് ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ പലഹാരമാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ പഴുത്ത ചക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. 12 ചക്കച്ചുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഫൈനായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചക്കയുടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ അവിടെ ഇവിടെയായി ഉണ്ടാകുമ്പോഴാണ് കടിച്ച് കഴിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അങ്ങനത്തെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ പാകത്തിന് മധുരം ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. പകരം പഞ്ചസാര ചേർത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും 1/2 കപ്പ് അളവിൽ കോൺഫ്ലവറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചേരുവകളെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് ചെറുതായി ലൂസാണ്. ഒന്നും കൂടി തിക്കാക്കിയെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് അളവിൽ തന്നെ വറുത്ത അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാകും. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഓരോ തവണയും മാവ് കോരിയെടുക്കുന്നതിന് മുമ്പായി അല്പം വെള്ളത്തിൽ ടീസ്പൂൺ മുക്കി എടുത്ത് എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ ടീസ്പൂണിൽ നിന്നും പെട്ടെന്ന് തന്നെ വീണു കിട്ടും. അല്ലെങ്കിൽ ടീസ്പൂണിൽ തന്നെ മാവ് സ്റ്റിക്കായി നിൽക്കും. അതിനു വേണ്ടിയാണ് ഈ ഒരു ട്രിക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത കാരണം ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴുത്ത ചക്കയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.